നമ്മളെ ആറന്മുള അമ്പലത്തിലേക്ക് പോവാണ്. ആറന്മുള ക്ഷേത്രം, ആറന്മുള റോഡാണ് ഈ കാണുന്നത്. ചെങ്ങന്നൂർ കഴിഞ്ഞാൽ കുറച്ച് ദൂരം, അടുത്ത സ്റ്റോപ്പെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത മെയിൻ സ്റ്റോപ്പ് അങ്ങോട്ട് പോവാണ് കേട്ടോ. ലേറ്റായി വന്നപ്പോഴേ ക്ഷേത്രം എത്താറായി. വീട് പറഞ്ഞ റോഡൊന്നുമില്ല, അടിപൊളി റോഡാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്, കാരണം സന്ധ്യയായി, ദീപാരാധന സമയമാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ദീപാരാധന കഴിയുമോന്നൊരു സംശയമുണ്ട്. ഇച്ചിരി സ്പീഡ് കൂടിയാണ് പോകുന്നത് കേട്ടോ. എത്താറായി. കോഴഞ്ചേരി റൂട്ടാണ്. ഇടയാറന്മുളയാണ്. ഇടയാറന്മുള ആറന്മുളയ്ക്ക് മുൻപുള്ള സ്ഥലമാണ് ഇടയാറന്മുള. ആറന്മുളയുടെ കൈവഴി നമ്മുടെ നദിയുടെ ആറന്മുള ക്ഷേത്രമായി. കിഴക്കനടയിലേക്കുള്ള ഗോപുരമാണ്. നമ്മൾ തുടർന്ന് നോക്കി കാണാം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി മഹാക്ഷേത്രം ഗോപുരമാണ്. ഇത് ഷോർട്ട് കട്ടാണ്, അപ്പുറത്തൂടെ പോകാം. ശരിക്കും കിഴക്കേനട അപ്പുറത്താണ്. ഇത് നമ്മുടെ കിഴക്കനടയിലേക്ക് ഇതുവഴി പോകാം. ഈ മതിലിനപ്പുറത്ത് കാണുന്നത് അപ്പുറത്ത് നദിയാണ് കേട്ടോ. അമ്പലത്തിൽ അമ്മ വരുന്നില്ലല്ലോ. അപ്പം നമ്മളെ അമ്പലത്തിൻ്റെ കിഴക്കനടയിൽ ഇത് തെക്കനടയാണ്. തെക്കനട, കിഴക്കനട അപ്പുറത്തൂടെ വരണം. അപ്പം അങ്ങനെ ക്ഷേത്രമായി, ക്ഷേത്രത്തിൻ്റെ പരിസരമായി ആറന്മുള ക്ഷേത്രം. ഇവിടെ ഇവിടെ വെച്ചാൽ മതി. ഇത് തെക്കനടയാണ്. ഇതിൽ കിഴക്കനട അപ്പുറത്തല്ലേ, എങ്ങനെ പോകും? ഇതിലേ വേണേലും കയറാം. തെക്കേനടയാണ് കേട്ടോ, ഇതിലേ വേണേലും കയറാം. പക്ഷേ കിഴക്കനടയിലേക്ക് പോകാം. ഞാനിപ്പോൾ റോഡിൽ കൂടെ പോവാണ്. ഞാൻ അങ്ങ് കിഴക്കനടയിലോട്ട് നടക്കുകയാണേ. അമ്പലത്തിൻ്റെ മതിലാണ് കാണുന്നത്. തെക്കേനടയാണ് കേട്ടോ, തെക്കേനടയാണ് ഈ കാണുന്നത്. തെക്കേനടയിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ മതിൽ ഭാഗം. മതിൽ അമ്പലം കുറച്ച് മുകളിലാണ്. കണ്ട സ്റ്റെപ്പ് കാണുന്നില്ലേ? ആ സ്റ്റെപ്പിൻ്റെ അതിലേക്ക് കയറണം. കിഴക്ക് ഭാഗത്തേക്കാണ്, കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. മതിൽ കണ്ടോ, ഹൈറ്റാണെന്ന് നോക്കിക്കോ മതിൽ. നോക്കി കണ്ടോ, ആറന്മുള ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗമാണ്, ചുറ്റുമതിലാണ് കാണുന്നത്. പൂക്കടയുണ്ട്. കിഴക്കേ നടയിലോട്ട് ഞാൻ നടക്കുകയാണ്. മതിൽ ഭയങ്കര കാണുമ്പോലല്ല, നല്ല ഹൈറ്റാണ് മതിലിന്. നല്ല ദൂരമാണ്. തെക്കൻ നിന്ന് കിഴക്കൻ നടയിലോട്ട് വരണമെങ്കിൽ നല്ല ദൂരമുണ്ട്. ഇടവഴിയാണിത് ശരിക്കും. കിഴക്ക് ഭാഗമുണ്ട് അവിടെ. കിഴക്കേ നടയിലോട്ട് വന്നിരിക്കുക കേട്ടോ. കിഴക്കേ നട ക്ഷേത്രം.
ആറന്മുള ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗം. ഇതാണ് ആറന്മുള ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശമാണ്. വീണ്ടും കാണാം.